നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ നിൽക്കൂ. അപ്പോൾ ഇതാണ് ലിസ്റ്റ്. ഇത്രയും വലുതോ? ആ വരൂ. ഇന്നാ തകവളി എടുത്തോ. ഡൺ. ഉരുളക്കിഴങ്ങ് പിടിച്ചോ. ഡൺ. ഇതാ ചേട്ടാ. ഡൺ. വെൽ ഡൺ ബോയ്സ്. ലിസ്റ്റ് തീർന്നോ? ഇനിയും പാതി സാധനങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലേ വീട് സൂപ്പർ മാർക്കറ്റ് ആയി പോകും. നല്ലതല്ലേ? അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാലോ. ഈ മാർക്കറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. വീട്ടിൽ സാധനമുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ ആരും പൈസ തരില്ല. സംശയമുണ്ടോ? കഞ്ചോസ്, ചന്തയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പൈസ കൊടുക്കാം, പക്ഷെ വീട്ടിൽ പൈസ തരില്ലേ? അതെ, മുകളിൽ പോയി തല മുട്ടിച്ചാലേ തല പൊട്ടിച്ചതറി പോവും. പക്ഷെ ഈ ചുമരി പോയി തല മുട്ടിക്കുന്നത് എന്തിനാ? ഞാൻ തക്കാളി കഴിക്കാൻ. എന്റെ തക്കാളി എവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്. തീർന്നുപോയി. തക്കാളി കഴിക്കാനാണ്, ഒളിച്ചു വെക്കാനല്ല. ബാക്കിയുള്ള തക്കാളികൾ എവിടെ? തീർന്നു പോയെന്നേ. 10 കിലോ തക്കാളിയാ തിന്നത്. എന്റെ കാശ് എവിടെ? നിനക്ക് എത്രയും പൈസ മതിയോ? ഇതെന്താ റൗഡിസാ? നീ ആരടാ? തക്കാളി കഴിക്കാനുള്ളതാണ്, ഒളിച്ചു വെക്കാനല്ല. എന്റെ മുഖം വൃത്തികേടാക്കിയോ? അതായിരിക്കുന്നു. എന്നാ പിടിച്ചോ. താങ്ക് യു. എന്റെ വയറ് നിറഞ്ഞു. നാളെ വരാം, തക്കാളി കഴിക്കാം. തക്കാളിയുടെ പൈസ കൊടുത്തിട്ട് പോ. അവന് കൊടുത്ത പോലെ വേണോ അതോ അതിലും കൂടുതലോ? എടാ തടിയാ ഗൊറില്ലേ, നിനക്ക് ഞങ്ങളെ പറ്റി അറിയില്ല. സംശയമുണ്ടോ? പക്ഷെ എന്നെ പറ്റി എല്ലാവർക്കും അറിയാം. ആദ്യം ഞാൻ ആരാണെന്ന് അന്വേഷിക്ക്, എന്നിട്ട് വീരവാദം മുഴക്ക. ആരാണത്? സപ്പാട്ടണ്ണ സർക്കസിലായിരുന്നു. അവിടത്തെ റിംഗ് മാസ്റ്റർ സലാഡിലുള്ള തക്കാളി എല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും ഇവന് കൊടുക്കുന്നത്. ഇപ്പൊ അങ്ങേര് തക്കാളി കഴിക്കും, പക്ഷെ പൈസ കൊടുക്കും. പൈസ ചോദിച്ചാൽ അടിക്കും. തക്കാളി കഴിക്കാതിരിക്കാനാവില്ല. നാളെ തൊട്ട് ഇവിടെ നിന്നും ഇയാൾക്ക് തക്കാളി കിട്ടില്ല. എങ്ങനെ? ആ വാ പറയാ. ഈ സപ്പട്ടേണ്ണ ഒരു പാഠം പഠിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. തക്കാളി കഴിക്കാനുള്ളതാണ്, ഒളിപ്പിച്ചു വെക്കാനല്ല. തക്കാളി ഇല്ല. തക്കാളി
തക്കാളി തീർന്നോ? കാലത്ത് ബണ്ണി ചേട്ടായി മുഴുവനും വാങ്ങിക്കൊണ്ട് പോയി. തക്കാളി എവിടെ? തക്കാളി എവിടെ? തക്കാളി ഇവിടെ ഇല്ല. ബണ്ണി സെട്ടെല്ലാം വാങ്ങിച്ചോണ്ട് പോയി. കൊള്ളാം തക്കാളി. തക്കാളി തീർന്നോ? ഓ, കാലത്ത് ബണ്ണി സെട്ട് എല്ലാം വാങ്ങിച്ചോണ്ട് പോയി. നിന്റെ വീട്ടിലെങ്കിലും കാണില്ലേ? രണ്ടുണ്ടായിരുന്നു. അതെന്റെ ഭാര്യ ചമ്മന്തി ഉണ്ടാക്കി. അപ്പൊ ചമ്മന്തി എവിടെ? ഞാൻ കഴിച്ചു. എവിടെയാണ് ഈ ബണ്ണി സെട്ട്? കെച്ചപ്പ് ഫാക്ടറിയോ? ഈ നഗരത്തിലെ തക്കാളി കൊണ്ട് കെച്ചപ്പ് ഉണ്ടാക്കിയോ? വീടില്ല ഞാൻ അവനെ. ബണ്ണി സെട്ടിനെ ഞാൻ കെച്ചപ്പ് ആക്കും. സപ്പട്ടെണ്ണം വരൂ. ആ, അവന് തക്കാളി ഇല്ലാതെ കഴിയാൻ പറ്റില്ല. തക്കാളി ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ. ബണ്ണിയുടെ കെച്ചപ്പ് ഫാക്ടറി എവിടെ? ഇതിലേ പോയാ മതി. അവൻ വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. സംശയമുണ്ടോ? തക്കാളി, ഇത്രയധികം തക്കാളി. ഞാൻ കേട്ടതെല്ലാം ബണ്ണി സെട്ട് വാങ്ങിച്ചെന്നാണല്ലോ. നിനക്ക് ഈ ബണ്ണി സെട്ടിനെ അറിയാമോ? ഇതാണ് അഡ്രസ്. അഡ്രസ് ഒക്കെ ഇത് തന്നെയാ. ഞാൻ നിന്റെ കാര്യമല്ല, ബണ്ണി സെട്ടിന്റെ കാര്യമാ ചോദിച്ചത്. തക്കാളി കഴിക്കാനുള്ളതാണ്, വലിച്ചെറിയാനുള്ളതല്ല. ബണ്ണി സെട്ടിന്റെ അഡ്രസ്. എടോ തടിയൻ കൊറില്ലേ, ഇതാണ് അഡ്രസ്. ഇദ്ദേഹമാണ് ബണ്ണി സേട്ട്. സംശയമുണ്ടോ? തക്കാളി നീ വിഴുങ്ങിയോ? വിടില്ല നിന്നെ ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു തക്കാളി കഴിച്ചു കാണിക്കൂ. ചലഞ്ചോ? ചപ്പട്ടണ്ണനോടാണോ ചലഞ്ച്? ഞാൻ എല്ലാ തക്കാളിയും കഴിച്ച് കാണിക്കാം. സപ്പട്ടണ്ണനെ പറ്റിക്കുന്നോ? എന്റെ അടുത്ത് കളിക്കുന്നോ? ആദ്യം നിന്നെ ശരിയാക്കി കളയാം. പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് തക്കാളി തൊടാൻ പോലും പറ്റില്ലെന്ന്. ഒരെണ്ണം എനിക്ക് തരൂ, ഒരേ ഒരു തക്കാളി. തക്കാളിയൊക്കെ തരാം, പക്ഷെ സത്യം ചെയ്യണം. കടക്കാരെ കയ്യിൽ നിന്ന് തക്കാളി വാങ്ങിക്കില്ലെന്നും പൈസ കൊടുത്ത ഞാൻ വാങ്ങൂടെന്ന് സത്യം ചെയ്. സത്യം ചെയ്യടോ. ഞാൻ സത്യം ചെയ്യാം. ഈ നെറ്റിൽ തന്നെ ഒന്ന് പുറത്തെടുക്ക്. ഒരു തക്കാളിക്ക് 1 രൂപ. ഏ? ആ. 1 രൂപ കൂടി താ, എന്നാലേ ഞാൻ തക്കാളി തരൂ. ഇന്നാ 1000 രൂപ.
പതുക്കെ പതുക്കെ എന്നെ ഒന്ന് എണ്ണാൻ അനുവദിക്ക്. നീ എത്ര കഴിക്കുന്നതെന്ന്. ആ, ഹ്.